പുതുവീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഒറ്റയ്ക്ക് വേറിട്ട് നടന്നു പോയ പെൻഗ്വിന് ശേഷം ഫെബ്രുവരി മാസത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കുഞ്ഞൻ കുരങ്ങൻ്റെ കഥയാണ്. ആളുടെ പേര് പഞ്ച് എന്നാണ്. സോ ആള് ജപ്പാനിലുള്ള ഒരു സൂവിലുള്ള ഒരു മങ്കിയാണ്. സോ ഈ മങ്കിയുടെ വീഡിയോസ് നമ്മൾ കാണുന്നത് ആളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒറാങ്കൂട്ടാൻ്റെ ടോയും പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് എങ്ങോട്ടേക്ക് പോയാലും. പിന്നെ ആളുടെ മങ്കീസ് തന്നെ ഉപദ്രവിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം തോന്നും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെ കുറേ സ്ഥലത്ത് പറയാൻ കേട്ടു ആളുടെ അമ്മ അബാൻഡൻ ചെയ്ത് പോയതാണ്. സോ എന്താ സംഭവം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടി കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ ജനിച്ചത് 2025 ജൂലൈയിലാണ്. സോ ജൂലൈയിൽ ജനിച്ചപ്പോൾ ഇവന് എന്തോ 500 ഗ്രാംസ് കൂടെ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇവൻ്റെ അമ്മയാണെങ്കിൽ ആദ്യത്തെ പ്രസവമായിരുന്നു അമ്മയുടെ. സോ അമ്മയ്ക്ക് പ്രസവിച്ച ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആള് കറക്റ്റായിട്ടുള്ള കെയറിങ് ഒന്നും പഞ്ചിന് കൊടുത്തില്ല. അപ്പോൾ പഞ്ചിനെ നോക്കാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥയായപ്പോൾ ആള് സൂവിലത്തെ ആയതുകൊണ്ട് സൂ കീപ്പേഴ്സും ഹ്യൂമൻസ് ആയിരുന്നു അവനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഈ മങ്കീസിനാണെങ്കിൽ മെയിനായിട്ട് ഇവർക്ക് അമ്മയുടെ കെയറും ബാക്കി നമ്മൾ നോർമലായിട്ടുള്ള ആരെ പോലും അമ്മയുടെ കെയർ വേണം. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ചിൽ പോയാലും അല്ലെങ്കിൽ ഇപ്പോൾ അതിരമ്പള്ളി ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മങ്കീസിനാണല്ലോ, അവിടെ ഏതെങ്കിലും ഒരു മങ്കിയുടെ മേത്ത് ചെറിയൊരു മങ്കി പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇവർ അങ്ങനെയാണ്. ഇവർ ജനിച്ച് കുറച്ച് പാലൊക്കെ കുടിച്ച് കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ മേത്ത് ഇങ്ങനെ അമ്മ നടന്നു പോകുന്നിടത്ത് അമ്മയുടെ മേത്ത് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കും. അത് ഒന്ന് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയും പിന്നെ രണ്ട് അവരുടെ മസിൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പിടിച്ചിരിക്കുന്നു. പിന്നെ അമ്മയുടെ ആ ഒരു വാംത്തും ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. സോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ പഞ്ചിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് പഞ്ചിന് കിട്ടിയിട്ടില്ല. കാരണം പഞ്ചിന് ബ്രസ്റ്റ് ഫീഡിങ്ങും കാര്യങ്ങളൊന്നും അമ്മ ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അമ്മ ഇട്ടേച്ച് പോയി. അപ്പോൾ പഞ്ചിന് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തൊക്കെ ഹ്യൂമൻസ് ആയിരുന്നു, അവിടുത്തെ സൂ കീപ്പേഴ്സും. അവരായിരുന്നു ഫുള്ള് പഞ്ചിനെ നോക്കി വളർത്തി ഈ ഒരു വലിപ്പത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ വലിപ്പത്തിൽ എത്തി കഴിഞ്ഞിട്ടും അമ്മയുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് പഞ്ചിന് ഇവരൊരു ഒറാങ്കൂട്ടാൻ്റെ ടോയ് കൊടുത്തു. അപ്പോൾ പഞ്ച് വിചാരിച്ചു ഇതാണ് ഇനി എന്നെ നോക്കണം അമ്മ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് ജീവനുണ്ടെന്ന് ആദ്യം വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ജീവനില്ല. പക്ഷെ അതിനെ ഫുൾ ടൈം കൂടെ കൊണ്ട് നടക്കും. അതിൻ്റെ കൈ വെച്ചിട്ട് മേത്തേക്ക് ഇട്ടിട്ട് അമ്മയുടെ പോലെ ഫീൽ ചെയ്യിപ്പിക്കും ആ ഒരു വാമത്തും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേരെ ഓടി ചെന്ന് ടോയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയുന്ന പോലെ ടോയിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു പഞ്ചിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ കണ്ടത് സ്വന്തം സ്പീഷീസിലുള്ള മങ്കീസിനെ ആക്രമിക്കുന്ന സംഭവമാണ്. സോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇട്ടേച്ച് പോയി. സോ അവിടത്തെയുള്ള അവർക്കും അറിയില്ല ഇത് ഇവിടുത്തെ കുട്ടിയാന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. സോ പെട്ടെന്ന് ഒരു ദിവസം ഉള്ളിൽ വന്ന് കുറച്ച് ഇതായി കഴിഞ്ഞപ്പോഴേക്കും അവർ നോക്കി കഴിഞ്ഞപ്പോൾ ഇവനാണെങ്കിൽ ഇവരുടെ രീതികളിലും കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ ഇവർ ഭയങ്കര സംശയമായിട്ട് ഇവനെ പിടിച്ച് അടിച്ചത്. അപ്പോൾ ഈ മങ്കി കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഒരു കുട്ടി അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാണ്ട് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഫോളോ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ തല്ലിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. സോ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ നമ്മളത് ടോർച്ചറിങ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. അത് നമ്മളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇവിടെ മങ്കി കൾച്ചറിൽ അങ്ങനെയാണ് ഇവർ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഫോറസ്റ്റിലാണെങ്കിലും ഇതുപോലെ കുറേ അമ്മമാരെ അബാൻഡൻ ചെയ്ത് പോകും. പിന്നെ അവർ തനിയൊക്കെ വളർന്ന് ഇതായി വന്ന് ഇവരുടെ കൂട്ടത്തിലേക്ക് കയറുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വരുമ്പോൾ ഇതുപോലെ അടിച്ചും ഇതാക്കിയിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. സോ അന്ന് നമ്മൾ കണ്ട റീലിന് ശേഷം പിന്നീട് പഞ്ച് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന് പിന്നെ ഓരോ വലിയ മങ്കീസ് ചിലവർ സ്നേഹത്തോടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പഠിപ്പിച്ച് ഇപ്പോൾ ആൾ കുഴപ്പമില്ലാണ്ട് ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ആളുടെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ആൾ ഓരോരുത്തരായിട്ട് കുറച്ച് കളിച്ചും ചിരിച്ചൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ സൂ കീപ്പേഴ്സ് പറയുന്നതനുസരിച്ചും നമുക്ക് അത്രമാത്രം പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ആൾ സേഫാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പോകുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ച് ഫേമസ് ആയെന്ന് മാത്രമല്ല പഞ്ചിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് സൂവിലേക്ക് കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് നല്ലോണം ക്ലിയർ ആയി കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വ്ലോഗായിരുന്നു. എല്ലാവർക്കും